ഹലോ മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ തായ്ലാൻഡ് ഷോപ്പിംഗ് ഹാളാട്ടോ. ആക്ച്വലി ഞാൻ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തായ്ലാൻഡ് പോയപ്പോൾ. ഷോപ്പേഴ്സിന് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ ആട്ടോ തായ്ലാൻഡ്. ഞാൻ ആക്ച്വലി ബാഗ്സ്, ഷൂസ്, ക്ലോത്ത്സ്, പിന്നെ ആക്സസറീസ്, പിന്നെ ചോക്ലേറ്റ്സ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വ്ളോഗ് കണ്ടു തുടങ്ങിയാലോ. ആദ്യം നമുക്കപ്പോൾ ചോക്ലേറ്റ്സ് കണ്ടു തുടങ്ങാം. ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ള ടോബ്ലവൺ പോലത്തെ ഒരു ചോക്ലേറ്റ് ആട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് വണ് ഇതാട്ടോ. ഇത് ആക്ച്വലി ചൂയി മിൽക്ക് ക്യാൻഡിയാണ്. ഇത് വന്നിട്ട് പല പല ഫ്ലേവറിലുണ്ടായിരുന്നു. നമ്മൾ പോയ സ്ഥലത്തെല്ലാം നല്ല ഓഫേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് തായ്ലാൻഡിന്റെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ 3 ഫ്ലേവേഴ്സിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരുന്നേച്ച്. അടുത്തത് ഇതാട്ടോ, മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ ഫുള്ള് ഫ്ലോപ്പ്. ഇതൊരു റസ്ക് പോലെ ഇരിക്കുന്ന അകത്ത്, അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതൊരു ഫ്ലോപ്പ് ഐറ്റം ആയിരുന്നു. ഷുഗർ ഫ്രീ മിൻസ് ആട്ടോ. ഇത് ആക്ച്വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിൻസ് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ കുറച്ച് ജാപ്പനീസിന്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ കേക്ക് ആട്ടോ. ഡ്യൂബെറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബ്ലൂബെറി ഫില്ലിംഗ് ഉള്ള കേക്കാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക്സ് ഒക്കെ അവിടെ അടിപൊളിയായിരുന്നു. ഞാൻ വാങ്ങിയതിൽ ഏറ്റവും അടിപൊളി പർച്ചേസ് ആട്ടോ ഈ ഡ്രൈഡ് മാംഗോ. കുറച്ച് ജെല്ലീസ് ആൻഡ് ഗമ്മി ബിയേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ ഇത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാഷീസിൽ വരുന്ന ചോക്ലേറ്റ്സ് ഒക്കെ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ അവിടെ. അടുത്തത് ഞാൻ വാങ്ങിയത് കുറച്ച് സപ്ലിമെന്റ്സ് ആണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചോക്ലേറ്റ് അല്ല. ഇത് ആക്ച്വലി കൊളാജിൻ ചൂയി ജെല്ലിയാണ്. അവിടുത്തെ ഒരു കൊഞ്ചാക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്ന ഒരു ജെല്ലി ടൈപ്പ് ഓഫ് സപ്ലിമെന്റ് ആണ്. ഇത് കൊളാജിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ സാഷീസിലാട്ടോ ഇത് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അടുത്തതൊരു ചൂയി കൊഞ്ചാക്ക് ജെല്ലി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു ജെല്ലി ആട്ടോ ഇത്. അടുത്തതും ഇതുപോലെ തന്നെ ഒരു സപ്ലിമെന്റ് ആണ്. ഇത് ഫൈബർ ചൂയി ജെല്ലി, യോഗേർട്ടും ഗ്രീൻ ആപ്പിളും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലേവർ ആണ്. ആൻഡ് ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അടുത്തത് കോഫി മേറ്റ്. ഇത് സാധാരണ പാൽപ്പൊടി ആട്ടോ, കുറച്ച് നല്ല ക്രീമി ആയിട്ടുള്ള മിൽക്ക് പൗഡർ. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു പ്രോൺസിന്റെ ഫ്ലേവർ വരുന്ന ടൈപ്പ് ഓഫ് ജെല്ലിയാണ്. ഇതൊരു വെജിറ്റേറിയൻ ജെല്ലി സംഭവമാണ്, പക്ഷെ സ്പൈസി ആണ്. ഇതോടെ ഫുഡ് ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഫുഡ് ഐറ്റംസ് അല്ലാതെ കുറച്ച് റാൻഡം ആയിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ്. ഫസ്റ്റ് വൺ ഈ ചെരുപ്പാട്ടോ. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് നാട്ടിലെവിടെ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ലൈറ്റ് കളറാണ്, അത്യാവശ്യം ഹീലുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹീലാണല്ലോ ഇത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇതിന്റെ ഡാർക്ക് കളേഴ്സ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ എനിക്ക് ഡാർക്ക് ആയിട്ടുള്ള കളർ എവിടെയും കിട്ടിയില്ല. പിന്നെ അവിടെ നമ്മൾ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചെറിയ ഫാൻ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഫാന് ഇത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയതും. ആൻഡ് ഞാൻ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരെണ്ണം നോക്കി. ഒരു കൂളർ ഫാനാണ്. ആക്ച്വലി ഇതിന് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 ലെവൽസ് ഓഫ് സ്പീഡ് ഉണ്ട്. ആൻഡ് ഇത് ചാർജ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല തണുത്ത കാറ്റായിരിക്കും വരുന്നത്. മറ്റേ നോർമൽ ഫാൻസിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ചൂടാണെങ്കിൽ അതനുസരിച്ച് ചൂട് കാറ്റായിരിക്കുമല്ലോ, പക്ഷെ ഇതിൽ നല്ല കൂളായിട്ടുള്ളൊരു കാറ്റാണ് വരുന്നത്. പിന്നെ സൈഡിൽ ഓൺ ആൻഡ് ഓഫ് ബട്ടണ് C ടൈപ്പ് ചാർജർ ആട്ടോ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഷോപ്പിംഗ് ലവർ ആണെങ്കിൽ തായ്ലാൻഡ് ഈസ് ദ ബെസ്റ്റ് സ്പോട്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ ഓപ്ഷൻസ് കിട്ടും. കുറേ മോൾസ് ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. പക്ഷെ ബാർഗെയിനിങ്ങിന് അങ്ങനെ എല്ലാവരും അത്ര ഓപ്പൺ അല്ലായിരുന്നു. മിക്ക റേറ്റ്സും ഫിക്സഡ് ആയിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ നോക്കി കണ്ട് മേടിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാം. ഇങ്ങനത്തെ ചെറിയ ബോസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം 20 ബാത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. 20 ബാത്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അറൗണ്ട് 50 രൂപയൊക്കെ ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ബൗസും പിന്നെ ഹെയറിൻ്റെ അക്സസറീസ്, ചെറിയ ചെറിയ ക്ലിപ്സ്, ഫ്ലവേഴ്സിൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ മേടിച്ചു. അപ്പോൾ നമ്മൾ 5 10 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഡിസ്കൗണ്ടിലൊക്കെ സംഭവം കിട്ടും. ഇങ്ങനത്തെ സ്റ്റോഴ്സ് എല്ലാ മോൾസിലും സ്ട്രീറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോഴേക്കും നോക്കി കണ്ട് ഷോപ്പ് ചെയ്യുക. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ മറിച്ച് ഇപ്പോൾ ഇന്ദിര മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചീപ്പറായിട്ട് നല്ല ഓപ്ഷൻസ് കിട്ടും. സിമിലർ ആയിട്ടുള്ള സാധനം തന്നെ പല പല റേറ്റിന് പല സ്ഥലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടൊക്കെ മേടിക്കുക. ഇതും അതുപോലെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇത് നമ്മൾ തലയിൽ കെട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സിൽക്കിൻ്റെ ഹെയർ ടൈ ആണ്. അത്യാവശ്യം യുണീക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു കേട്ടോ എല്ലാം.
പിന്നെ ഇത് ചെറിയ ഫ്ലവറിൻ്റെ ക്ലിപ്സ്. ഇതിൽ പല പല സൈസസ് അവൈലബിൾ ആയിരുന്നു. ചെറിയ സൈസ്, വലിയ സൈസ്, അങ്ങനെ കുറേ സൈസസും കുറേ കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കമ്മൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇതൊരു ഷോപ്പേഴ്സിന് ഹെവനാണ്. ഇത് നമ്മൾ വാങ്ങിയത് 7-Eleven എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ ആക്ച്വലി കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് ചെറിയ ചെറിയ സാഷീസിലും സാമ്പിൾ സൈസിലൊക്കെ അവൈലബിൾ ആയിരുന്നു. സോ അങ്ങനെ ഞാൻ വാങ്ങിയ കുറച്ച് കോസ്മെറ്റിക്സും സ്കിൻ കെയർ ഐറ്റംസ് ആണ്. മോയ്സ്ചറൈസർ, ടിൻറ്റ്, പിന്നെ മസ്കാര, സൺസ്ക്രീൻ, അങ്ങനെ കുറേ ചെറിയ ചെറിയ സാഷീസിൽ വരുന്ന പ്രോഡക്ട്സ് അവൈലബിൾ ആയിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് നമുക്കൊരു സാധനം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങിക്കണം എന്നില്ല. ആ ചെറിയ ഐറ്റം മേടിച്ചാൽ തന്നെ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ കുറേ യുണീക്കായിട്ട് നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു, സൺസിൽക്കിൻ്റെയും അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ഷീറ്റ് മാസ്ക് മേടിച്ചു. ഇത് ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്യാനാട്ടോ മേടിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഈ ഒരു ക്ലച്ചിൻ്റെ ചെറിയ സൈസ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടാകും. ഇത് അതിൻ്റെ വലിയ സൈസാട്ടോ. ഇതിൽ കുറേ കളേഴ്സും കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ചെറിയ പ്രൈസേ ഉള്ളൂ ആൻഡ് നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് കുറച്ച് സുവീനിയേഴ്സ് ആണ് കേട്ടോ. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. ഒരെണ്ണം ബാങ്കോക്കിനും പിന്നെ ഒരെണ്ണം തായ്ലാൻഡിൻ്റെ ആക്ച്വലി സ്റ്റിക്കർ ടൈപ്പ് ആണ്. മറ്റേത് ഒരു പ്രോപ്പർ മാഗ്നറ്റ് ആണ്. എനിക്ക് പട്ടായയുടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. പിന്നെ ഒരു ഫോൺ കവർ ആട്ടോ. ഇത് 15+ ഫോൺ കവറാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഇതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കുറച്ച് ഡയറീസ്, ബുക്സ് പോലെ വാങ്ങി. ഇത് മോഷി എന്ന് പറഞ്ഞ പ്ലാറ്റിനം മോളിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഇത്. ഇത് റൂൾഡ് ആണ്. നമുക്ക് ബാഗിലൊക്കെ എന്തെങ്കിലും ഗ്രോസറീസിൻ്റെ ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഐറ്റം മേടിച്ചു. ഇതൊരു വൈറ്റനിങ് ഫേഷ്യൽ ഫോമാണ്. ആക്ച്വലി ഞാനിത് വാങ്ങാൻ കാരണം ഇത് ഭയങ്കര ഓഫറിൽ അവിടെ അവൈലബിൾ ആയിരുന്നു. അടുത്ത ഞാൻ വാങ്ങിയത് ഒരു ഡിയോഡ്രൻ്റ് ആട്ടോ, ഒരു റോളർ ടൈപ്പ് ഓഫ് ഡിയോഡ്രൻറ്റ്. ഇത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫ്രേഗ്രൻസ് ഫ്രീ ഡിയോഡ്രൻ്റ് ആണ്. പിന്നെ കുറച്ച് സാധനം ഞാൻ ഇതിൻ്റെ അകത്തും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് തിരിച്ച് വന്നപ്പോഴെങ്കിലും ലഗേജ് കൂടി പോകുമെന്നുള്ള ഡൗട്ടായിരുന്നു. സോ എല്ലാം അവിടെ ഇവിടെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതും ഞാൻ ആ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിയ ഒരു ഐബ്രോ പെൻസിലാട്ടോ. എല്ലാം ഇത് ഭയങ്കര ഓഫറിനൊക്കെ കിട്ടിയതാണ്. 99 ബാത്തോ 100 ബാത്തൊക്കെ ഉണ്ടായുള്ളൂ. നാട്ടിൽ ഒരു 200-250 റുപ്പീസ്. പിന്നെ ഒരു ഹാൻഡ് ക്രീം വാങ്ങിച്ചു. പിന്നെ ഞാൻ സ്കിൻ കെയറിൽ വാങ്ങിയത് ഈ ഒരു ഐറ്റം ആട്ടോ. ഇതൊരു കുഷ്യൻ ഫൗണ്ടേഷൻ ആണ്. അത്യാവശ്യം വില കുറവായിരുന്നു. പക്ഷേ എനിക്കിത് പറ്റിയത് ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് തീരെ മാച്ചിങ് അല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു അവിടെ കൂടുതലും ഫെയർ ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് നമ്മുടെ ഷെയ്ഡ്സിന് അവിടെ മേക്കപ്പ് കിട്ടാൻ ഇത്തിരി പാടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഓഫറിനാണ് എനിക്കിതും കിട്ടിയത്. നല്ലൊരു ഐറ്റമാണ്. കാണുമ്പോഴേക്കും നല്ലൊരു ലക്ഷറി ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഇതും ഞാൻ അവിടുത്തെ ഒരു പ്ലാറ്റിനം മോളിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിക്കുന്നത്, ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഈ ചെറിയൊരു ഡയറി. നമുക്ക് ഡെയിലി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഡയറി. ഇതൊരു 10-60 രൂപ ആ ഒരു റേഞ്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. 20 ബാത്ത് എന്ന് പറയുമ്പോൾ അറൗണ്ട് 60 റുപ്പീസൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫ്രേഗ്രൻസ് ഫ്രീ വൈപ്സ് വെച്ചു ഹാൻഡ് ബാഗിൽ വെക്കാനായിട്ട്. ഇത് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആട്ടോ. അപ്പോൾ വേണമെങ്കിൽ 1-2 ഒക്കെ വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഒരെണ്ണം കയ്യിൽ വെച്ചും പോക്കറ്റിൽ വെച്ചൊക്കെ കൊണ്ടുപോകാം. വലിയ പാക്കറ്റ്സ് പോലെ അല്ല. പിന്നെ ഒരു ടൈനി പെർഫ്യൂം. ഇത് നല്ല ഫ്രേഗ്രൻസ് ആയിരുന്നു ആൻഡ് ചെറിയതായിരുന്നു. നമുക്കത് ബാഗിലും ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ സ്കാർഫ് ആട്ടോ മേടിച്ചത്. ഇതും അറൗണ്ട് 100 ബാത്ത് എന്തോ ആയിരുന്നു, 200-250. ക്വാളിറ്റി വലിയ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഓക്കേഷാണ്. നമുക്ക് അടുത്തൊക്കെ പോകുമ്പോൾ പിന്നെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന പോലെ ഭയങ്കര സോഫ്റ്റും അങ്ങനെയൊന്നുമല്ല, ഒരു നോർമൽ ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ കുറച്ച് ബാഗ്സ് വാങ്ങി കേട്ടോ. ബാഗ്സ് എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷർട്ട് ടൈപ്പ് ഡ്രസ്സാട്ടോ ഇത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലിൻ്റെ ഡ്രസ്സാണ്. എല്ലാം വലിയ സൈസും ചെറിയ സൈസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിങ് ഐറ്റം ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഫൈനലി ഉള്ളത് എൻ്റെ അടുത്ത് ഈ ഫ്രേഗ്രൻസിൻ്റെ സോപ്പാണ്. സോപ്പ് പോലെയും പിന്നെ എയർ ഫ്രഷ്നർ പോലെയും ഇത് യൂസ് ചെയ്യാം.
നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഈ ഒരു ഹാൻഡ് ബാഗ് ആട്ടോ. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പർച്ചേസസ് ബിക്കോസ് ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. ഇത് ചാൾസ് ആൻഡ് കീത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബാഗാണ്. ആൻഡ് ഇതിൽ 3 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഒരു ബ്ലാക്കും പിന്നെ ബ്രൗൺ ആൻഡ് ഈ ഒരു ലൈറ്റ് കളർ. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഫോണും വാളറ്റും അങ്ങനെ എന്തെങ്കിലും 2-3 സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതിൻ്റെ ഹാർഡ്വെയർ ഒക്കെ വരുന്നത് ഒരു നല്ലൊരു ബ്രോൺസ് കളറിലാണ്. പിന്നെ സൈഡിലും ഒക്കെ എംബോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഷോൾഡർ സ്ലിങ്ങും അതുപോലെ ലോങ് സ്ലിങ്ങും 2 സ്ലിങ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതോടെ എൻ്റെ തായ്ലാൻഡ് ഷോപ്പിംഗ് ഹോൾ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ ഇവിടം വരെ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു വാച്ച് മോർ വീഡിയോസ് ലൈക്ക് ദിസ്.